ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം. 23-ാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളോടെ നമുക്കൊന്ന് കടന്നു പോകാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 23-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 56. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 23-ൻ്റെ ആദ്യത്തെ തലക്കെട്ടുണ്ട്. ഉത്തരം പീലാത്തോസിന് മുൻപിൽ. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ആരുടെ സംഘം? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം. പുരോഹിത പ്രമുഖരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണിയുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് യേശുവിനെ എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം പീലാത്തോസിൻ്റെ മുൻപിലേക്ക്. യേശുവിനെ പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ ശേഷം അവർ ചെയ്തതെന്ത്? ഉത്തരം അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. അവർ യേശുവിൻ്റെ മേൽ ചുമത്തിയ കുറ്റങ്ങൾ എന്തല്ല? ഉത്തരം ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുന്നു, സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു. ആര് ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത്? ഉത്തരം ഈ മനുഷ്യൻ അല്ലെങ്കിൽ യേശു. ഈ മനുഷ്യൻ ആരെ വഴിതെറ്റിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്? ഉത്തരം ഞങ്ങളുടെ ജനത്തെ. ഈ മനുഷ്യൻ ആർക്ക് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത്? ഉത്തരം സീസറിന്. ഈ മനുഷ്യൻ താൻ ആരാണെന്ന് അവകാശപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്? ഉത്തരം രാജാവായ ക്രിസ്തുവാണെന്ന്. പീലാത്തോസ് അവനോട് ചോദിച്ചത് എന്ത്? ഉത്തരം നീ യഹൂദരുടെ രാജാവാണോ? നീ യഹൂദരുടെ രാജാവാണോ? ആരോട് ചോദിച്ചു? ഉത്തരം പീലാത്തോസ് യേശുവിനോട്. നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? ഉത്തരം നീ തന്നെ പറയുന്നുവല്ലോ. നീ തന്നെ പറയുന്നുവല്ലോ. ആരോട് ചോദിച്ചു? ഉത്തരം യേശു പീലാത്തോസിനോട്. നീ തന്നെ പറയുന്നുവല്ലോ എന്ന യേശുവിൻ്റെ മറുപടി കേട്ടപ്പോൾ പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടത്തിലും പറഞ്ഞത് എന്ത്? ഉത്തരം ഞാൻ ഈ മനുഷ്യനെ ഒരു കുറ്റവും കാണുന്നില്ല. ഞാൻ ഈ മനുഷ്യനെ ഒരു കുറ്റവും കാണുന്നില്ല. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം പീലാത്തോസിൻ്റെ. ഞാൻ ഈ മനുഷ്യനെ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് പറഞ്ഞത് ആരോട്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. ഞാൻ ഈ മനുഷ്യനെ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ത്? ഉത്തരം ഇവൻ ഗലീല മുതൽ ഇവിടം വരെയും യൂദയായ രംഗങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. അവൻ എവിടം മുതൽ എവിടം വരെയാണ് പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നത്? ഉത്തരം ഗലീല മുതൽ ഇവിടം വരെയും യൂദയായ രംഗം. ഇവൻ ഗലീല മുതൽ ഇവിടം വരെയും യൂദയായ രംഗം പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ എന്തു ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത്? ഉത്തരം ഇളക്കി വിടുന്നു. ലൂക്ക അധ്യായം 23-ലെ രണ്ടാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം ഹെറോദേസിൻ്റെ മുൻപിൽ. ഇവൻ ഗലീല മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. ഇത് കേട്ട് ഈ മനുഷ്യൻ ഗലീലയക്കാരനാണോ എന്ന് ചോദിച്ചതാര്? ഉത്തരം പീലാത്തോസ്. ഇവൻ ഗലീല മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. ഇത് കേട്ട് പീലാത്തോസ് ചോദിച്ചതെന്ത്? ഉത്തരം ഈ മനുഷ്യൻ ഗലീലയക്കാരനാണോ? യേശു ആരുടെ അധികാരത്തിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഹെറോദേസിൻ്റെ. യേശു ഹെറോദേസിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചത് ആര്? പീലാത്തോസ്. എന്തുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ ഹെറോദേസിൻ്റെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം യേശു ഹെറോദേസിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ. ആ ദിവസങ്ങളിൽ ഹെറോദേസ് ഉണ്ടായിരുന്നത് എവിടെ? ഉത്തരം ജെറുസലേമിൽ. യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചത് ആര്? ഉത്തരം ഹെറോദേസ്. ഹെറോദേസ് യേശുവിനെ കണ്ടപ്പോൾ എന്തു ചെയ്തു? ഉത്തരം അത്യധികം സന്തോഷിച്ചു. ഹെറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിക്കാൻ കാരണം എന്ത്? ഉത്തരം അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഹെറോദേസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നത് എന്തുകൊണ്ട്? യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട്. യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത് ആര്? ഉത്തരം ഹെറോദേസ്. ഹെറോദേസ് പലതും യേശുവിനോട് ചോദിക്കാൻ കാരണം എന്ത്? ഉത്തരം യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത് കൊണ്ട്. ഹെറോദേസ് പലതും യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു ചെയ്തത് എന്ത്? ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. യേശുവിൻ്റെ മേൽ ആവേശപുരം കുറ്റിച്ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നത് ആരല്ല? ഉത്തരം പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. അവർ യേശുവിൻ്റെ മേൽ ആവേശപുരം ചുമത്തിയത് എന്ത്? ഉത്തരം കുറ്റം. ഹെറോദേസ് ആരോട് ചേർന്നാണ് നിന്ദ്യമായി പെരുമാറുകയും യേശുവിനെ അധിക്ഷേപിക്കുകയും ചെയ്തത്? ഉത്തരം പടയാളികളോട്. പടയാളികളോട് ചേർന്ന് യേശുവിനോട് ഹെറോദേസ് പെരുമാറിയത് എങ്ങനെ? ഉത്തരം നിന്ദ്യമായി.
യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച പീലാത്തോസിൻ്റെ അടുത്ത് തിരിച്ചയച്ചതാര്? ഉത്തരം ഹെറോദേസ്. ഹെറോദേസ് യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് ആരുടെ അടുത്തേക്കാണ് തിരിച്ചയച്ചത്? ഉത്തരം പീലാത്തോസിൻ്റെ. യേശുവിനെ എന്ത് ധരിപ്പിച്ചാണ് പീലാത്തോസിൻ്റെ അടുത്ത് തിരിച്ചയച്ചത്? ഉത്തരം പകിട്ടേറിയ വസ്ത്രം. അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പര സ്നേഹിതന്മാരായി. എന്നു മുതൽ? ഉത്തരം ഹെറോദേസ് യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ച അന്നു മുതൽ. അന്നു മുതൽ പരസ്പര സ്നേഹിതന്മാരായതാരല്ല? ഉത്തരം ഹെറോദേസും പീലാത്തോസും. അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പര സ്നേഹിതന്മാരായി. മുമ്പ് അവർ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്? ഉത്തരം ശത്രുതയിൽ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 23 മൂന്നാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം യേശുവിനെ വധിക്കുന്നു. പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും എന്തു പറഞ്ഞാണ് യേശുവിനെ പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവന്നത്? ഉത്തരം ജനത്തെ വഴിവെടിപ്പിക്കുന്നു. ജനത്തെ വഴിവെടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആരെയാണ് പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവന്നത്? ഉത്തരം യേശുവിനെ. ആരെ വഴിവെടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും യേശുവിനെ പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവന്നത്? ഉത്തരം ജനത്തെ. പുരോഹിത പ്രമുഖന്മാരുടെ നേതാക്കന്മാരുടെ ജനത്തിന്റെ മുമ്പിൽ വെച്ച് യേശുവിനെ വിസ്തരിച്ചത് ആര്? ഉത്തരം പീലാത്തോസ്. പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനത്തിന് മുമ്പിൽ വെച്ച് തന്നെ യേശുവിനെ വിസ്തരിച്ച പീലാത്തോസ് പറഞ്ഞതെന്ത്? ഉത്തരം നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങൾ ഒന്നുപോലും ഇവനെ ഞാൻ കണ്ടില്ല. അവർ ആരോപിക്കുന്ന കുറ്റങ്ങൾ ഒന്നുപോലും യേശുവിൽ കാണാതിരുന്നത് ആര്? ഉത്തരം പീലാത്തോസ്. ഹെറോദേസും കുറ്റമൊന്നും യേശുവിൽ കണ്ടില്ലെന്ന് പറയാൻ കാരണം എന്ത്? ഉത്തരം അവൻ യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. എന്ത് ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റം ഇവൻ ചെയ്തിട്ടില്ല എന്നാണ് ലൂക്ക 23:15 പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം മരണശിക്ഷ. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല, അതിനാൽ ഞാൻ ഇവനെ എങ്ങനെ വിട്ടയക്കുമെന്നാണ് പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച്. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പറയാൻ കാരണം എന്ത്? ഉത്തരം മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല, അതിനാൽ ഞാനിവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചതെന്ത്? ഉത്തരം ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ഇവനെ കൊണ്ടുപോവുക, ആരെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നാണ് അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചത്? ഉത്തരം ബറാബാസിനെ. ബറാബാസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത് എന്തിന്? ഉത്തരം പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനാര്? ഉത്തരം ബറാബാസ്. എന്താഗ്രഹിച്ചുകൊണ്ടാണ് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചത്? ഉത്തരം യേശുവിനെ വിട്ടയക്കണം. യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ച് അവരോട് ഒരിക്കൽ കൂടി സംസാരിച്ചത് ആര്? ഉത്തരം പീലാത്തോസ്. യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പീലാത്തോസ് അവരോട് സംസാരിച്ചു. അവരാകട്ടെ ചെയ്തതെന്ത്? ഉത്തരം ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പീലാത്തോസ് 3-ാം പ്രാവശ്യം അവരോട് ചോദിച്ചതെന്ത്? ഉത്തരം അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു. അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? ഇങ്ങനെ ചോദിച്ചത് ആര്? ഉത്തരം പീലാത്തോസ്. അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു എന്ന് 3-ാം പ്രാവശ്യം ചോദിച്ച ശേഷം പീലാത്തോസ് പറയുന്നത് എന്ത്? ഉത്തരം വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനെ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനെ കണ്ടില്ല, അതുകൊണ്ട് അവനെ എന്ത് ചെയ്യുമെന്നാണ് പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പറയുന്നതിന് കാരണം എന്താണ്? ഉത്തരം വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും അവനെ കണ്ടില്ല. വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനെ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ അവർ നിർബന്ധപൂർവ്വം ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞിരുന്നത് എന്ത്? ഉത്തരം അവനെ ക്രൂശിക്കണമെന്ന്. അവസാനം വിജയിച്ചത് എന്ത്? അവരുടെ നിർബന്ധം. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. എങ്ങനെ? അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ പീലാത്തോസ് തീരുമാനിച്ചു. അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് ആര്? ഉത്തരം പീലാത്തോസ്. അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ തീരുമാനിച്ച പീലാത്തോസ് ചെയ്തത് എന്ത്? ഉത്തരം അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അയക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ ആവശ്യപ്പെട്ട മനുഷ്യൻ ആരായിരുന്നു? ഉത്തരം കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവൻ. അവർ ആവശ്യപ്പെട്ടിരുന്ന മനുഷ്യൻ എന്തിനെല്ലാമാണ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നത്? ഉത്തരം കലാപത്തിനും കൊലപാതകത്തിനും. കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അയക്കപ്പെട്ടിരുന്നതിന് വിട്ടയച്ചത് ആര്? ഉത്തരം പീലാത്തോസ്. പീലാത്തോസ് അവരുടെ ഇംഗിതത്തിനെ ഏൽപ്പിച്ചു കൊടുത്തത് ആരെ? ഉത്തരം യേശുവിനെ. പീലാത്തോസ് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിന്? അവരുടെ ഇംഗിതത്തിന്. ലൂക്ക അധ്യായം 23 4-ാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. യേശുവിനെ അവർ കൊണ്ടുപോകുമ്പോൾ എവിടെ നിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന കിരേനക്കാരനെയാണ് പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പിറകെ ചുമന്നുകൊണ്ട് വരാൻ നിർബന്ധിച്ചത്? ഉത്തരം നാട്ടിൻപുറത്ത് നിന്ന്. യേശുവിൻ്റെ കുരിശ് ചുമന്ന ശിമയോൻ എവിടുത്തുകാരനായിരുന്നു? ഉത്തരം കിരേനക്കാരൻ. എന്ത് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ട് വരാനാണ് അവർ ശിമയോനെ നിർബന്ധിച്ചത്? കുരിശ്.
യേശുവിൻ്റെ പിന്നാലെ ചെന്നിരുന്ന ആരല്ല? ഉത്തരം: ഒരു വലിയ ജനക്കൂട്ടം, കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്ന സ്ത്രീകളുടെ സമൂഹവും. യേശുവിൻ്റെ പിന്നാലെ ചെന്ന സ്ത്രീകൾ എന്താണ് ചെയ്തിരുന്നത്? ഉത്തരം: കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്നു. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞത് എന്ത്? ഉത്തരം: ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. തൻ്റെ പിന്നാലെ വന്ന കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്ന സ്ത്രീകളുടെ സമൂഹത്തെ യേശു സംബോധന ചെയ്യുന്നത് എന്ത്? ഉത്തരം: ജെറുസലേം പുത്രിമാരെ. ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട, ആരെ പ്രതി കരയുവിൻ എന്നാണ് യേശു അവരോട് പറഞ്ഞത്? ഉത്തരം: നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എന്ന് അവരോട് യേശു പറയാൻ കാരണം എന്ത്? ഉത്തരം: വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. ആർക്കെല്ലാം ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരുമെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകിയത്? ഉത്തരം: വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും. വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിൽ അവർ പറയാൻ തുടങ്ങുന്നത് എന്ത്? ഉത്തരം: പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പർവ്വതങ്ങളോട് അവർ പറയാൻ തുടങ്ങുന്നത് എന്ത്? ഉത്തരം: ഞങ്ങളുടെ മേൽ വീഴുക. ഞങ്ങളുടെ മേൽ വീഴുക എന്നവർ പറയാൻ തുടങ്ങുന്നത് ആരോട്? ഉത്തരം: പർവ്വതങ്ങളോട്. കുന്നുകളോട് അവർ പറയാൻ തുടങ്ങുന്നത് എന്ത്? ഞങ്ങളെ മൂടിക്കളയുക. ഞങ്ങളെ മൂടിക്കളയുക എന്ന് പറയാൻ തുടങ്ങുന്ന ആരോട്? ഉത്തരം: കുന്നുകളോട്. ഡാഷ് അവർ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയാൽ എന്ത് സംഭവിക്കും? ലൂക്ക 23:31 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: പച്ചത്തടിയോട്. പച്ചത്തടിയോട് അവർ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് യേശു ചോദിച്ചിരിക്കുന്നത് എന്തിന്? ഉത്തരം: ഉണങ്ങിയതിന്. യേശുവിനോട് കൂടെ വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയത് ആരെ? കുറ്റവാളികളെ 2 പേരെ. മറ്റ് 2 പേരെ. കുറ്റവാളികളെ മറ്റ് 2 പേരെ യേശുവിനോടുകൂടി അവർ എന്തിനാണ് കൂട്ടിക്കൊണ്ടുപോയത്? വധിക്കാൻ. യേശുവിനെ അവർ കുരിശ് തറച്ച സ്ഥലമേത്? ഉത്തരം: തലയോട്. ആ തലയോട് എന്ന സ്ഥലത്ത് യേശുവിനെ അവർ കുരിശ് തറച്ചു. ഒപ്പം കുരിശ് തറച്ചത് ആരെ? ആ കുറ്റവാളികളെയും. യേശുവിൻ്റെ ഇരുവശങ്ങളിലുമായി കുരിശ് തറച്ചത് ആരെ? ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ അവൻ്റെ ഇടതുവശത്തും. അവർ കുറ്റവാളികളെ ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. അപ്പോൾ യേശു പറഞ്ഞത് എന്ത്? ഉത്തരം: പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല എന്ന് യേശു പറഞ്ഞത് ആരോട്? പിതാവിനോട്. യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ ചെയ്തത് എന്ത്? ഉത്തരം: കുറിയിട്ടു. അവർ കുറിയിട്ടത് എന്തിന്? ഉത്തരം: യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ. യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടപ്പോൾ ജനം നോക്കി നിന്നു. അപ്പോൾ പ്രമാണികൾ ചെയ്തത് എന്ത്? ഉത്തരം: അവനെ പരിഹസിച്ചു. പ്രമാണികൾ യേശുവിനെ പരിഹസിച്ച് പറഞ്ഞത് എന്ത്? ഉത്തരം: ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. ഇവൻ ആരെ രക്ഷിച്ചു എന്നാണ് പ്രമാണികൾ പരിഹസിച്ച് പറഞ്ഞത്? ഉത്തരം: മറ്റുള്ളവരെ. ഇവൻ ആരാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ എന്നാണ് പ്രമാണികൾ പറഞ്ഞത്? ഉത്തരം: ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രമാണികൾ പറഞ്ഞത്? ഉത്തരം: തന്നെ രക്ഷിക്കട്ടെ. നീ യഹൂദ രാജാവാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക. അങ്ങനെ പറഞ്ഞ് പരിഹസിച്ചത് ആര്? ഉത്തരം: പടയാളികൾ. പടയാളി വിനാഗിരി കൊടുത്തുകൊണ്ട് യേശുവിനെ പരിഹസിച്ച് പറഞ്ഞത് എന്ത്? ഉത്തരം: നീ യഹൂദ രാജാവാണ്, നിന്നെ തന്നെ രക്ഷിക്കുക. പടയാളികൾ യേശുവിന് എന്താണ് കൊടുത്തത്? ഉത്തരം: വിനാഗിരി. യേശുവിൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായ ലിഖിതം എന്ത്? ഉത്തരം: ഇവൻ യഹൂദ രാജാവ്. യേശുവിനെ ദുഷിച്ച് പറഞ്ഞത് ആര്? ഉത്തരം: കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളിയുടെ ഒരുവൻ. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളിയുടെ ഒരുവൻ യേശുവിനെ ദുഷിച്ച് പറഞ്ഞത് എന്ത്? ഉത്തരം: നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെ രക്ഷിക്കുക. നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെ രക്ഷിക്കുക എന്ന് യേശുവിനെ ദുഷിച്ച് പറഞ്ഞത് ആര്? ഉത്തരം: കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളിയുടെ ഒരുവൻ. നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെ രക്ഷിക്കുക എന്ന് കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളിയുടെ ഒരുവൻ യേശുവിനെ ദുഷിച്ച് പറഞ്ഞപ്പോൾ അവൻ ചെയ്തത് എന്ത്? ഉത്തരം: അവനെ ശകാരിച്ചു. കുരിശിൽ തൂക്കപ്പെട്ട കുറ്റവാളിയുടെ ഒരുവനെ ശകാരിച്ച് അവൻ പറഞ്ഞത് എന്ത്? ഉത്തരം: നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ, നീയും അതേ ശിക്ഷാവിധി തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ ആരെ ഭയപ്പെടുന്നില്ലേ എന്നാണ് അവൻ കുരിശിൽ തൂക്കപ്പെട്ട കുറ്റവാളിയുടെ ഒരുവനെ ശകാരിച്ച് പറഞ്ഞത്? ഉത്തരം: ദൈവത്തെ. നമ്മുടെ എന്തിന് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് അവൻ കുരിശിൽ തൂക്കപ്പെട്ട കുറ്റവാളിയെ ഒരുവനെ ശകാരിച്ച് പറഞ്ഞത്? ഉത്തരം: നമ്മുടെ പ്രവർത്തികൾക്ക്. നമ്മുടെ പ്രവർത്തികൾക്ക് എന്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് അവനെ കുരിശിൽ തൂക്കപ്പെട്ട കുറ്റവാളികളെ ഒരുവനെ ശകാരിച്ച് പറഞ്ഞത്? ഉത്തരം: തക്ക പ്രതിഫലം. യേശു എന്ത് ചെയ്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന് തുടർന്ന് അവൻ പറഞ്ഞത് എന്ത്? ഉത്തരം: യേശുവേ, നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശുവേ, നീ എവിടെ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അവൻ പറഞ്ഞത്? ഉത്തരം: നിന്റെ രാജ്യത്ത്. യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞ അവനോട് യേശു അത് ചെയ്തത് എന്ത്? ഉത്തരം: സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസായിലായിരിക്കും. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ എവിടെയായിരിക്കും എന്നാണ് യേശു അവരോട് പറഞ്ഞത്? ഉത്തരം: പർദീസായി.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 23 5-ാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം: യേശുവിൻ്റെ മരണം. യേശു അവിടെ അരളിച്ചത്: സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസായിരിക്കും. അപ്പോൾ എത്രാം മണിക്കൂറായിരുന്നു? ഉത്തരം: ഏകദേശം 6-ാം മണിക്കൂർ. ലൂക്ക 23:44 പ്രകാരം ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത് എപ്പോൾ? ഉത്തരം: 9-ാം മണിക്കൂർ വരെ. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ വ്യാപിച്ചത് എന്ത്? ഉത്തരം: അന്ധകാരം. 9-ാം മണിക്കൂർ വരെ അന്ധകാരം വ്യാപിച്ചത് എവിടെ? ഉത്തരം: ഭൂമി മുഴുവൻ. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. എന്താണ് ഇരുണ്ടുപോയത്? ഉത്തരം: സൂര്യൻ. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യന് സംഭവിച്ചത് എന്ത്? ഉത്തരം: സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിൽ എന്താണ് നടുവേ കയറിയത്? ഉത്തരം: തിരശ്ശീല. എവിടുത്തെ തിരശ്ശീലയാണ് നടുവേ കയറിയത്? ഉത്തരം: ദേവാലയത്തിലെ. ദേവാലയത്തിൽ തിരശ്ശീലയ്ക്ക് സംഭവിച്ചത് എന്ത്? ഉത്തരം: നടുവേ കയറി. ലൂക്ക 23:46 പ്രകാരം ഉച്ചത്തിൽ നിലവിളിച്ചത് ആര്? ഉത്തരം: യേശു. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞത് എന്ത്? ഉത്തരം: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആരുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞത്? ഉത്തരം: പിതാവിൻ്റെ. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. യേശു ഇത് പറഞ്ഞ ശേഷം സംഭവിച്ചത് എന്ത്? ഉത്തരം: അവൻ ജീവൻ വെടിഞ്ഞു. യേശു ജീവൻ വെടിഞ്ഞത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു, ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ആരാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞത്? ഉത്തരം: ശതാധിപൻ. ഈ സംഭവം എല്ലാം കണ്ടു നിന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത് എന്ത്? ഈ മനുഷ്യൻ സത്യമായി നീതിമാനായിരുന്നു. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് ശതാധിപൻ പറഞ്ഞത് എങ്ങനെ? ഉത്തരം: ദൈവത്തെ സ്തുതിച്ച്. കാഴ്ച കാണാൻ കൂടിയിരുന്നത് ആര്? ഉത്തരം: ജനക്കൂട്ടം. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് എങ്ങനെ തിരിച്ചുപോയി എന്നാണ് പറഞ്ഞിരുന്നത്? ഉത്തരം: മാർത്തടിച്ചുകൊണ്ട്. ഇതെല്ലാം കണ്ട് മാർത്തടിച്ചുകൊണ്ട് തിരിച്ചു പോയത് ആര്? ഉത്തരം: കാഴ്ച കാണാൻ കൂടിയ ജനക്കൂട്ടം. അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നത് ആരല്ല? ഉത്തരം: അവൻ്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും. അവൻ്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും ചെയ്തത് എന്ത്? ഉത്തരം: അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. അവൻ്റെ പരിചയക്കാരും എവിടെ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളുമാണ് അകലെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്? ഉത്തരം: ഗലീലയിൽ നിന്ന്. ലൂക്ക 23-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം: യേശുവിനെ സംസ്കരിക്കുന്നു. യഹൂദരുടെ ഒരു പട്ടണം എന്ന് ലൂക്ക 23:50 പറഞ്ഞിരിക്കുന്ന സ്ഥലം ഏത്? ഉത്തരം: അരിമത്തിയ. അരിമത്തിയ ആരുടെ ഒരു പട്ടണമായിരുന്നു? ഉത്തരം: യഹൂദരുടെ. ജോസഫ് എവിടെ നിന്നുള്ളവനായിരുന്നു? ഉത്തരം: അരിമത്തിയയിൽ നിന്നുള്ളവൻ. അരിമത്തിയ എന്ന ജോസഫ് ആരായിരുന്നു? ഉത്തരം: ആലോചന സംഘത്തിലെ അംഗം. അരിമത്തിയ നിന്നുള്ള ആലോചന സംഘത്തിലെ അംഗമായ ജോസഫ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ഉത്തരം: നല്ലവനും നീതിമാനും. അവൻ അവരുടെ ആലോചനയുള്ള പ്രവർത്തനത്തിൽ പങ്കുചേർന്നില്ല. ആരുടെ? അരിമത്തിയ എന്നുള്ള ജോസഫ് ആലോചന സംഘത്തിൻ്റെ. ആലോചന സംഘത്തിലെ അംഗമായ അരിമത്തിയ എന്നുള്ള ജോസഫ് പങ്കുചേരാതിരുന്നത് എന്തിലല്ല? ഉത്തരം: അവരുടെ ആലോചനകളിലോ പ്രവർത്തികളിലോ. ആലോചന സംഘത്തിലെ അംഗമായ അരിമത്തിയ എന്നുള്ള ജോസഫ് പ്രതീക്ഷിച്ചിരുന്നത് എന്ത്? ഉത്തരം: ദൈവരാജ്യം. അരിമത്തിയ എന്നുള്ള ജോസഫ് ആരുടെ അടുത്തെത്തിയാണ് യേശുവിൻ്റെ ശരീരം ചോദിച്ചത്? ഉത്തരം: പീലാത്തോസിൻ്റെ. പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചത് ആര്? ഉത്തരം: അരിമത്തിയ എന്നുള്ള ജോസഫ്. അരിമത്തിയ ജോസഫ് പീലാത്തോസിൻ്റെ അടുത്തെത്തി ചോദിച്ചത് എന്ത്? ഉത്തരം: യേശുവിൻ്റെ ശരീരം. അരിമത്തിയ ജോസഫ് പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. തുടർന്ന് ചെയ്തത് എന്ത്? ഉത്തരം: അവനെ താഴെ ഇറക്കിയ ഒരു തുണിയെ പൊതിഞ്ഞ പാറയെ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയെ വെച്ചു. അരിമത്തിയ എന്നുള്ള ജോസഫ് പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ച് ആദ്യം ചെയ്തത് എന്ത്? ഉത്തരം: താഴെ ഇറക്കി തുണിയെ പൊതിഞ്ഞു. അരിമത്തിയ ജോസഫ് യേശുവിൻ്റെ ശരീരം താഴെ ഇറക്കി ഒരു തുണിയെ പൊതിഞ്ഞ് എവിടെയാണ് വെച്ചത്? ഉത്തരം: പാറയെ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയെ. യേശുവിനെ സംസ്കരിച്ച കല്ലറയുടെ പ്രത്യേകതയായി ലൂക്ക 23:53 പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം: പാറയെ വെട്ടിയുണ്ടാക്കിയതും ആരെയും അതുവരെ സംസ്കരിച്ചില്ലാത്തതുമായ കല്ലറ. അവൻ അത് താഴെ ഇറക്കിയ ഒരു തുണിയെ പൊതിഞ്ഞ് പാറയെ വെട്ടിയുണ്ടാക്കിയതും ആരെയും അതുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയെ വെച്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം: ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു സാബത്തിൻ്റെ ആരംഭവും. എവിടെ നിന്നും യേശുവിനോടൊപ്പം വന്ന സ്ത്രീകളാണ് അവനോടൊപ്പം പോയി കല്ലറ കണ്ടതും അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചെന്ന് കണ്ടതും? ഗലീലയിൽ നിന്ന്. ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കണ്ടതെന്ത്? ഉത്തരം: കല്ലറയും അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും. അരിമത്തിയ എന്നുള്ള ജോസഫിനോടൊപ്പം പോയി കല്ലറ കാണുകയും അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്ന് കാണുകയും ചെയ്തത് ആര്? ഉത്തരം: ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ. അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളിൽ ലേപന വസ്തുക്കൾ തയ്യാറാക്കി സാബത്തിൽ അവർ നിയമാനുസരണം വിശ്രമിച്ചു. ആര്? ഉത്തരം: ഗലീലയിൽ നിന്നും യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ. ഗലീലയിൽ നിന്നും യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ തിരിച്ചുപോയി ചെയ്തത് എന്ത്? ഉത്തരം: സുഗന്ധദ്രവ്യങ്ങളിൽ ലേപന വസ്തുക്കൾ തയ്യാറാക്കി സാബത്തിൽ അവർ നിയമാനുസരണം വിശ്രമിച്ചു. ഗലീലയിൽ നിന്നും യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ തിരിച്ചുപോയി തയ്യാറാക്കിയത് എന്തെല്ലാം? ഉത്തരം: സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും. സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കിയ ഗലീലയിൽ നിന്ന് വന്ന സ്ത്രീകൾ സാബത്തിൽ ചെയ്തത് എന്ത്? ഉത്തരം: നിയമാനുസരണം വിശ്രമിച്ചു.
ഇത്രയുമാണ് 23 അധ്യായത്തിൽ നിന്ന ചോദ്യ ഉത്തരങ്ങൾ. ഒന്നുകൂടി നമുക്ക് ബൈബിൾ വായിച്ച് ഹൃദയസ്ഥമാക്കാം. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.